നമ്മുടെ തൃശ്ശൂർ കലോത്സവം 2024 പഴയിടം രുചിക്കൂട്ടിൻ്റെ നമ്മുടെ മെഗാ സദ്യയുടെ രുചി പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല കേട്ടോ. 64ാമത് സംസ്ഥാന കലോത്സവം തൃശ്ശൂരിൽ പുരോഗമിക്കുമ്പോഴേ ഊട്ടുപുരയിലെ തിരക്കും കാഴ്ചയും എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരെയും അതിശയിപ്പിക്കുന്നത് തന്നെയാണ് കേട്ടോ. നമ്മുടെ പാചകക്കാരൻ ആരാന്നറിയാലോ, പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാട്ടോ നമ്മുടെ കലോത്സവത്തിൻ്റെ കലവറ ഒരുങ്ങുന്നത്. ഏകദേശം 20,000 പേര് വരെ ഈ ഒരു ദിവസം ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. നല്ല 4,000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന നല്ല പടുകൂറ്റൻ പന്തലിലാണ് കേട്ടോ നമ്മൾ സദ്യ വിളമ്പുന്നത്. ഈ വർഷത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്തോ കൊങ്കിണി ദോശ പ്രാതലിലെ താരമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പ്രധാന മെനുവിലെ സാമ്പാറും കൂട്ടുകറിയും പച്ചടിയും തോരനും പിന്നെ ഓരോ ദിവസവും ഓരോ പായസമാണ് കേട്ടോ. ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സ്വാദല്ല. പിന്നെ നമ്മുടെ കലോത്സവം നടക്കുന്ന സമയത്ത് നമ്മൾ തൃശ്ശൂർക്കാർ ഇത് പോയി കഴിക്കുക എന്ന് പറയുന്നത് അതൊരു വേറെ അനുഭവം തന്നെയാണ് കേട്ടോ. എനിക്ക് ഇന്ന് അതിനൊരു അവസരം കിട്ടി. എന്ത് രസമായിരുന്നു എന്നറിയോ, നമ്മൾ നമ്മുടെ കുട്ടികളെയും കൊണ്ടുപോയിട്ട് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സദ്യ കൊണ്ട് കഴിപ്പിക്കണം എന്നല്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കലോത്സവത്തിൻ്റെ ഓരോ വേദിയിലും ഓരോ കുട്ടികളും അവർക്ക് കൊടുക്കുന്ന ഡെഡിക്കേഷൻ്റെ കാര്യമാണ്. ഇന്നത്തെ കുട്ടികളെന്ന് പറയുമ്പോൾ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറയുന്നതിലുപരി ഓരോ കാര്യത്തിനും ആ കുട്ടികൾ എടുക്കുന്ന ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കുന്നതിലും വലുതാണ് കേട്ടോ. അത് ഓരോ സ്റ്റേജിലും ഓരോ കുട്ടികളുടെ കണ്ണുകളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ നമുക്ക് സാധിക്കും കേട്ടോ. അവർ എന്തൊരു രസമായിട്ടാണ് ഓരോ പ്രോഗ്രാമിനെയും കാണണം എന്നുള്ളത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മത്സരം തന്നെ കുട്ടികളുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു. ബൈ.